നമസ്കാരം. ഫുട്ബോൾ പേരിന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ബാർസലോണ സിറ്റുവേഷൻ അങ്ങനെ ഫൈനലി സോർട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഒരു പബ്ലിക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് തന്നെ കുറിച്ച് മീഡിയ വരുന്ന ന്യൂസുകൾ ശരിയല്ല, താൻ മാനേജ്മെന്റിന് എല്ലാ റൈറ്റ്സും കൊടുക്കാൻ റെഡിയാണ്, അതാണ് ഇതാണ്. സോ മാനേജ്മെന്റിനെ ആപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ഇപ്പം വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഒഫീഷ്യലി തന്റെ റിപ്പോർട്ടിൽ ലീഗയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷൻ ബാർസലോണയ്ക്ക് കൊടുത്തെന്നും അത് ബാർസലോണ പ്രസന്റ് ചെയ്യാൻ പോവാണെന്നും കൂടാതെ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയ ക്യാപ്റ്റൻസി തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ തന്നെ ആയിരിക്കും ബാർസയിൽ എന്നാണ് റിപ്പോർട്ട് വരുന്നത്. സോ കാര്യങ്ങളെല്ലാം സോർട്ടഡ് ഔട്ട് ആക്കിയിരിക്കുകയാണ്. സോ മാനേജ്മെന്റ് ആയിരുന്നു ഇതിൽ കൾപ്രിറ്റ്. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ പബ്ലിക്കലി വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന് ശേഷം പെട്ടെന്ന് കാര്യങ്ങൾ സോർട്ടഡ് ഔട്ട് ആവുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുക? പലരും പല സൈഡാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഹാപ്പിയർ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ സംഭവം ഈ സീസണിൽ ഇനിയും പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ജോൺ ഗാർഷ്യയുടെ രജിസ്ട്രേഷൻ പോസിറ്റീവായിട്ട് ഇനി നടക്കുമെന്നാണ് പ്രതീക്ഷ വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സാഗയിലുള്ള ഒപ്പീനിയൻ എന്ന് പറയാൻ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റാസ്മസ് ഹോയിലൻഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബെഞ്ചമിൻ ഷെഷ്കോ വന്ന സ്ഥിതിക്ക് ആളെ ക്ലബിൽ നിന്ന് പറഞ്ഞു വിടാൻ തന്നെയാണ് പ്ലാൻ. 30 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഓഫർ എക്സ്പെക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പം വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇവനൊരു ലോൺ ഡീലിൽ വിടാൻ റെഡിയാണെന്നാണ്. ആളുടെ ഫുൾ സാലറിയും കവർ ചെയ്യുക, 6 മില്യൺ ലോൺ ഫീസും. ഇതാണ് റാസ്മസ് ഹോയിലൻഡിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. AC മിലാൻ താരത്തിന് ഇൻട്രസ്റ്റഡ് ആണെന്നും താരത്തിന്റെ ഏജന്റുമായിട്ട് AC മിലാൻ ടോക്സ് തുടങ്ങിയതുമാണ് ഫാബ്രിസ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഒരു ഇഷ്യൂ, റാസ്മസ് ഹോയിലൻഡ് ഇപ്പോഴും ക്ലബ്ബ് വിടാൻ ഡിസിഷൻ എടുത്തിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് താരത്തിന്റെ പ്ലാൻ എന്ന് കേൾക്കുന്നു. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ വീണ്ടും ഒരു സെറ്റ് ബാക്ക് റോഡ്രിക്ക് ഉണ്ടായിരിക്കുകയാണ്. സോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ മിഡ്ഫീൽഡറായ റോഡ്രിക്ക് വീണ്ടും ഒരു ഇഞ്ചറി. അൽ ഹിലാൽ മാച്ചിനിടെ ക്ലബ് വേൾഡ് കപ്പിന് ഉണ്ടായ ഒരു നോക്കാണെന്നും അതിപ്പം മിഡ് സെപ്റ്റംബർ വരെ ആളെ വെളിയിലിരുത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വീണ്ടും ഒരു തലവേദന വന്നിരിക്കുകയാണ്. അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റാസ്പഡോറിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സൈൻ ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 22 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 4 മില്യൺ യൂറോസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിലാണ് 25 വയസ്സുകാരായ ഈ ഇറ്റാലിയൻ സെന്റർ ഫോർവേഡിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സൈൻ ചെയ്ത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ കോളോ മുവാനിയുടെ കാര്യത്തിലാണ് ഒരു അപ്ഡേറ്റ്. സോ കോളോ മുവാനി ന്യൂകാസിലുമായിട്ട് നെഗോസിയേഷനിലാണെന്ന് പറഞ്ഞ് ഫ്ലോറിയൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ഇടുകയുണ്ടായി. ആ ഒരു കാര്യത്തെ പിന്തള്ളിക്കൊണ്ട് കുറച്ചു നേരത്തിന് ശേഷം ഫാബ്രിസ് റൊമാനോ ഇടുന്നത് കോളോ മുവാനിക്കും ന്യൂകാസിലിനും ഇടയിൽ യാതൊന്നും നടക്കുന്നില്ല. കോളോ മുവാനി ടോക്സ് നടത്തുന്ന യുവന്റസുമായിട്ടാണെന്നും ന്യൂകാസിൽ ഇപ്പൊ കോളോ മുവാനിയുടെ ടോക്സിൽ ഇല്ല എന്നും ഫാബ്രിസ് റൊമാനോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. സോ അവിടെ ഫാബ്രിസ് വേഴ്സസ് പ്ലെറ്റൻബർഗ് ഒരു ചെറിയ ബാറ്റിൽ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. സോ കോളോ മുവാനി യുവന്റസ് തീരെ നടക്കുകയാണ്. അതേ സമയത്ത് യാൻ വിസയ്ക്ക് വേണ്ടി ന്യൂകാസിൽ സീരിയസ്ലി നീങ്ങുന്നതാണ് ഫാബ്രിസ് റിപ്പോർട്ട് ചെയ്തത്. പ്ലെയർ ന്യൂകാസിൽ മൂവാണ് പുഷ് ചെയ്യുന്നത്. ഇവന്തോ അൽനാസർ പോലുള്ള ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിച്ചെങ്കിലും താരം ന്യൂകാസിൽ മൂവാണ് പുഷ് ചെയ്യുന്നതെന്നും ഇപ്പൊ ക്ലബ് ടു ക്ലബ് ടോക്സ് നടക്കുകയാണെന്നുള്ള രീതിയിലാണ് ഫാബ്രിസ് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ കിങ്സ്ലി കോമാന് വേണ്ടി അൽനാസർ രംഗത്തുണ്ടെന്നും ബയൺ മ്യൂണിക്കും അൽനാസറിനും ഇടയിൽ സീരിയസ്ലി ടോക്സ് പ്രോഗ്രസ് ചെയ്യുകയാണെന്നും കിങ്സ്ലി കോമാനും അൽനാസറുമായിട്ട് നെഗോസിയേഷനിലാണെന്നാണ് ഇരിക്കുന്നത്. സോ പ്ലെയറിനെ വിൽക്കാൻ റൈറ്റ് പ്രൈസിന് വിൽക്കാനായിട്ട് ബയൺ മ്യൂണിക്ക് റെഡി ആണെന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി ഇനിഗോ മാർട്ടിനസ്, ഇപ്പൊ കിങ്സ്ലി കോമാൻ, ജോ ഫിലിക്സിനെ എത്തിച്ചു. സോ റെച്ചി അൽ നാസർ അവിടെ ഒരു നല്ല ടീം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫീൽ വരുന്നുണ്ട് റെച്ചി. അതുപോലെ തന്നെ ഇലിയാസ് അബ്രാനിനെ ബോൺമുത്തിൽ നിന്നും 67 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് 5 വർഷ ഡീലിന് PSG സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ല, ഫാബ്രിസോ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ ഫക്കുണ്ടോ ബോനാറ്റയ്ക്ക് വേണ്ടി, നമ്മുടെ ബ്രൈറ്റന്റെ അർജന്റീനിയൻ പ്ലെയറിന് വേണ്ടി ഇപ്പൊ ലീഡ്സും ബോറുസിയ ഡോർട്ട്മുണ്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ഫാബ്രിസ് റൊമാനോ കൺഫേം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡോണറൂമയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ലൂക്കാസ് ഷെവലിയാറിനെ ഏകദേശം 55 മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജിന് ലില്ലിൽ നിന്ന് എത്തിക്കുകയുണ്ടായി. കാര്യങ്ങളെല്ലാം ഹിയർ വീക്കോ എല്ലാം വന്ന് ഫാബ്രിസോ കൺഫേം ചെയ്യുകയുണ്ടായി. സോ ഇപ്പം കേൾക്കുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ജിജി ഡോണറൂമയ്ക്ക് പുതിയൊരു കോൺട്രാക്ട് എന്തായാലും PSG ഓഫർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും പ്ലെയറും ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ച് ആലോചനയിലാണെന്നും 26 മില്യൺ പൗണ്ട്സ് കിട്ടിയാൽ താരത്തെ വിൽക്കാനായിട്ട് PSG റെഡിയാണെന്നാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ ആൾ ഫ്രീ ഏജന്റ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പുള്ളിയുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്നാണ് മിറർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയത്തില്ല എന്താവുമെന്ന്. മാൻ യുണൈറ്റഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാർലോസ് ബലേബ ഡീലിൽ 120 മില്യൺ യൂറോസ്, ഏകദേശം ആളുടെ റിലീസ് ക്ലോസ് എത്രയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ കുറച്ച് കൊടുക്കാൻ റെഡി അല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. സോ ഇതിനിടയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അഥവാ ഈ ഒരു ഡീൽ ബ്രൈറ്റനുമായിട്ട് നടത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ ബലേബ തന്നെയാണ് ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ് എല്ലാ സോഴ്സുകളിൽ നിന്നും വാർത്ത വരുന്നത്. ബട്ട് സ്റ്റില്ലറിന്റെയും അതുപോലെ തന്നെ എഡ്രസന്റെയും
സിറ്റുവേഷൻ അറിയാനായിട്ട് അവർ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളില്ല, പക്ഷെ പല സോഴ്സുകളിൽ നിന്ന് ഇങ്ങനെ വാർത്ത പരക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബലേബനെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു മിഡ്ഫീൽഡറെ മാൻ യുണൈറ്റഡ് കൊണ്ടുവരും എന്നാണ് എല്ലാ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റിലോട് പറഞ്ഞിട്ടാണെങ്കിൽ ആക്സൽ ഡിസാസിയിൽ വൂൾസിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സോ അതുപോലെ ചെൽസിക്ക് ഇപ്പം ലെവി കോൾവിലിന് ഇഞ്ചുറി ആയതിനു ശേഷം ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യുമല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻസോ മരസ്ക വന്നിട്ട് പറയുകയുണ്ടായി ഹി വുഡ് പ്രിഫർ സെന്റർ ബാക്കിനെ പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പബ്ലിക്കലി പറയുന്നുണ്ട്. ഇന്നലെ ലെവർകൂസനെ 2-0 ചെൽസി തോപ്പിക്കുകയുണ്ടായി. സ്താവിലെ തന്നെ ഫസ്റ്റ് ചെൽസി ഗോള് ഒരു ഫ്രണ്ടിൽ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ആരായിരിക്കും ആ ഒരു സെന്റർ ബാക്ക്? ചെൽസി ഒരു സെന്റർ ബാക്കിലോട്ട് പോകുമോ നമുക്ക് കണ്ടറിയണം. സോ ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്കറിയാം അത്യാവശ്യം സെന്റർ ബാക്സുകളുടെ പേര് പൊങ്ങി വരുന്നുണ്ട്. ലിവർപൂൾ 2 സെന്റർ ബാക്സിന് പിന്നാലെ ഉണ്ട്. സിറ്റി ലുക്കെ ബാലിൻസ് റീസെന്റ് കണ്ടിരുന്നു. അതുപോലെ തന്നെ മേ ബി ബാർസലോണ ഇനിഗോ മാർട്ടിനസ് പോയ സ്ഥിതിക്ക് ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത ഓൾമോസ്റ്റ് 0 ആണ്. ആൻഡ് റയൽ മാഡ്രിഡും ചിലപ്പോൾ ഒരു സെന്റർ ബാക്ക് സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തേക്കാം ഈ കൊണാട്ടെ അവൈലബിൾ ആയാലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സെന്റർ ബാക്സിന് വേണ്ടി ക്ലബ്ബുകളുടെ ചെറിയൊരു ബാറ്റിൽ മിക്കവാറും ഈ ട്രാൻസ്ഫർ വിൻഡോ എൻഡ് ആവുന്നതിന് മുമ്പ് കാണാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും